ഹലോ ഓൾ, വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കേരള PSC 10th ലെവൽ +2 ലെവൽ പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് പ്രധാനമായിട്ടുള്ള മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അതെങ്ങനെ എളുപ്പമായിട്ട് സോൾവ് ചെയ്യാം, ടൈം എടുക്കാതെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. എന്നാൽ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഇതൊരു വയസ്സ് സംബന്ധമായ ചോദ്യമായതുകൊണ്ട് തന്നെ ചെറിയ വ്യക്തിയുടെ പ്രായത്തെ എക്സ് എന്നെടുക്കുന്നതാണ് എളുപ്പം. ഇവിടെ നമുക്ക് ചെറുതാരാണ്? അപ്പുവാണ്. സോ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം നമുക്ക് എന്താക്കിയെടുക്കാം? എക്സ് ആക്കിയെടുക്കാം. ഇനി അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് എന്താണ്? അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. സോ അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം 9x ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി 9 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രായം, 9 വർഷത്തിന് ശേഷം അപ്പുവിൻ്റെ പ്രായം നമുക്ക് x+9 എന്നും അമ്മയുടെ പ്രായം 9x+9 എന്നും കണക്കാക്കാം. സോ 9 വർഷത്തിന് ശേഷം അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരിക്കുമെന്ന് ചോദ്യപ്രകാരം നമുക്ക് അറിയുന്നതാണ്. ഈ ഒരു ക്ലൂ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ പോലെ ക്രിയേറ്റ് ചെയ്യാം. 9x+9 അമ്മയുടെ 9 വർഷത്തിന് ശേഷമുള്ള പ്രായം ഈക്വൽ ടു 3 × x+9. 3 × x+9 എന്ന് പറയുന്നത് അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങ്. അതിനെയാണ് 3 × x+9 എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇവിടെ കിട്ടും. എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ x+9 എന്ന് പറയുന്ന ബ്രാക്കറ്റ് അവിടെ ഓപ്പൺ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ 3 നമ്മൾ എക്സിനെയും 9നെയും കൊണ്ട് മൾട്ടിപ്ലൈ അഥവാ ഗുണിക്കണം. 3 × x എന്ന് പറയുന്നത് 3x-ഉം 9 × 3 27-ഉമാണ്. സോ 9x+9 = 3x+27 എന്ന് നമുക്ക് ഈ ഇക്വേഷൻ മാറും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 3x-നെ ഇടതുവശത്തേക്കും 9നെ വലതുവശത്തേക്കും മാറ്റണം. സോ 9x - 3x എന്ന് പറയുന്നത് 6x-ഉം 27 - 9 എന്ന് പറയുന്നത് 18-ഉം ആവും. ഇത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടുക? 6x = 18 എന്നുള്ളൊരു ഇക്വേഷൻ വരെ നമ്മൾ കിട്ടും. ഇനി എക്സിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 18 / 6, 18 ഹരിക്കണം 6. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ 3 ആയിട്ട് കിട്ടും. ഈ 3 എന്ന് പറയുന്നതാണ് എന്ത്? അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം വശത്തിൻ്റെ നീളത്തിൻ്റെ എത്ര മടങ്ങാണ്? ഈ രണ്ടാമത്തെ ചോദ്യം എന്താ നമുക്ക് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സമചതുരത്തിൻ്റെ വികരണം, സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ വികരണം എന്ന് പറഞ്ഞാൽ ഡയഗണലിൻ്റെ നീളം എന്ന് പറയുന്നത് വശത്തിൻ്റെ നീളത്തിൻ്റെ എത്ര മടങ്ങാണ്? വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡാണ്. സ്ക്വയറിൻ്റെ എല്ലാ സൈഡിൻ്റെ നീളം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് മൈൻഡിൽ ആദ്യം തന്നെ വെക്കുക. ഇനി നമുക്ക് ഈ ആൻസർ എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ നമുക്ക് സമചതുരം സ്ക്വയറിൻ്റെ വശത്തിൻ്റെ നീളം, അതായത് സൈഡിൻ്റെ നീളം, സൈഡിൻ്റെ ലെങ്ത്ത് നമുക്ക് എന്തായിട്ട് എടുക്കാം? എ എന്ന് നമുക്ക് എടുക്കാം. ഇനി സമചതുരത്തിൻ്റെ വികരണം, അതായത് ഡയഗണൽ, അതിനെ 2 ഡയഗണൽ, അതായത് നടുവിലൂടെ നമ്മൾ ഒരു ലൈൻ വെച്ച് സ്ക്വയറിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് നമുക്ക് കിട്ടുന്നത്. സോ 2 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈതഗോറസ് തിയറം അഥവാ പൈതഗോറസ് സിദ്ധാന്തം. ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുക. സോ ഏതൊരു ട്രയാങ്കിളിനെ കുറിച്ച് അഥവാ ത്രികോണങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോഴും ഈ ഒരു തിയറം മൈൻഡിൽ വെക്കേണ്ടതാണ്. പൈതഗോറസ് തിയറം എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡയഗണൽ സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പട്ന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. പെർപെൻഡിക്കുലർ സ്ക്വയർ, ബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, താഴെയുള്ള ഭാഗമാണ് ബേസ് എന്ന് പറയുന്നത്, സൈഡിലുള്ള ഭാഗമാണ് പെർപെൻഡിക്കുലർ അഥവാ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ രണ്ടിനെ ജോയിൻ ചെയ്യുന്ന സ്ലാൻഡിങ് ആയിട്ടുള്ള ആ ലൈന്, അതായത് ചെരിഞ്ഞിട്ടുള്ള ലൈനിനെയാണ് നമ്മൾ ഹൈപ്പട്ന്യൂസ് അഥവാ ഡയഗണൽ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് 2 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സൈഡിന് എന്താണ്? എ ആയിട്ട് കണക്കാക്കി. സോ ഇവിടെ ബേസും പെർപെൻഡിക്കുലറും നമുക്ക് എന്താണ്? എ തന്നെയാണ്. ഇനി ആ ഇക്വേഷനിലേക്ക് ആ എന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡയഗണൽ സ്ക്വയർ നമുക്ക് തൽക്കാലം d² ആക്കി എടുക്കാം. സോ d² = ബേസ് എ ആണെന്നറിയാലോ, പെർപെൻഡിക്കുലർ അഥവാ അതിൻ്റെ ഹൈറ്റും നമ്മൾ എ ആക്കി തന്നെയാണ് എടുത്തിട്ടുള്ളത്. സോ a² + a² എന്ന് വരും. ഇനി d² = a² + a² എന്താണ്? 2a² ആണ്. സോ d² = 2a². ഇനി നമുക്കിതിൻ്റെ
സ്ക്വയർ റൂട്ട് കാണാം. രണ്ട് സൈഡിലും നമ്മൾ സ്ക്വയർ റൂട്ട് കൊടുക്കുക. അഥവാ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡി സ്ക്വയറിൻ്റെ ആ സ്ക്വയർ നമ്മൾ വലതുവശത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും, ഡി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2a² എന്ന് വരും. ഇനി എ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എ തന്നെയാണ്. സോ ആ റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതിന് √2 നമുക്കൊരു വാല്യൂ ഇല്ല. സോ ഡി ഈസ് ഈക്വൽ ടു a√2. ഇതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. സോ വികരണത്തിൻ്റെ നീളം വശത്തിൻ്റെ നീളത്തിൻ്റെ √2 മടങ്ങാണ്. ശരിയായ ഓപ്ഷൻ പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യം പോലെ തന്നെ കുറച്ചൊരു സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ABCD എന്ന സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? ഇതിൽ നമുക്ക് ഒരു സൈഡിൻ്റെ എത്രയാണ് അതിൻ്റെ നീളം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ചോദ്യം കാണുമ്പോൾ വലുതാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ആകെ അത്യാവശ്യമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈതഗോറസ് തിയറം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് സമചതുരം കാണാൻ പറ്റും. രണ്ട് സമചതുരം അഥവാ സ്ക്വയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വലുതുമുണ്ട്, ഒരു ചെറുതുമുണ്ട്. സോ വലിയ സ്ക്വയറിൻ്റെ ഒരു സൈഡാണ് നമ്മുടെ ചെറിയ സ്ക്വയറിനെ നടുവിലൂടെ കട്ട് ചെയ്യുന്നത്, അഥവാ അതിൻ്റെ ഡയഗണൽ. സോ ചെറിയ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് വലിയ സ്ക്വയറിൻ്റെ ഒരു സൈഡാണ്. സോ നമുക്ക് ഹൈപ്പന്യൂസ് അഥവാ ഈ നടുവിലൂടെ ഇത് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് നമുക്ക് ചെറിയ സ്ക്വയറിനെ കിട്ടുന്നത്. സോ ഇതിൻ്റെ ഡയഗണൽ അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ABCD അഥവാ വലിയ സ്ക്വയറിൻ്റെ സൈഡ് അറിയാൻ പറ്റും. സോ സ്ക്വയറിനൊരു പ്രത്യേകത ഉണ്ട്. സ്ക്വയറിൻ്റെ എല്ലാ സൈഡും എന്തായിരിക്കും, സെയിം നീളമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് കണ്ടുപിടിച്ചാൽ തന്നെ എല്ലാ സൈഡിൻ്റെയും നീളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ നിങ്ങൾ ഈ ആൻസറിൽ നോക്കി, നമുക്ക് താഴെയുള്ളത് മാത്രം എടുക്കാം. ചെറിയ സ്ക്വയറിൻ്റെ താഴത്തെ ഭാഗം മാത്രം എടുക്കാം. അതായത് നടുവിലൂടെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഇല്ലേ താഴെയുള്ളത്, അത് നമുക്ക് നോക്കാം. ഒരു സൈഡ് അഥവാ അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്, 2 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസും എന്താണ്, 2 സെൻറ്റിമീറ്റർ ആണ്. താഴെയുള്ളതും ഒരു സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ട് സൈഡും എന്തായിരിക്കും, സെയിം നീളമായിരിക്കും. സോ ഹൈറ്റും 2 സെൻറ്റിമീറ്റർ ആണ്, ബേസും 2 സെൻറ്റിമീറ്റർ ആണ്. പൈതഗോറസ് തിയറം പ്രകാരം എന്താണ്, ഡയഗണൽ സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പട്ന്യൂസ് എന്ന് പറയുന്നത്, സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ്. സോ ഇവിടെ ഹൈപ്പട്ന്യൂസ് പറയുന്നത് AB ആണ്. സോ നമുക്കതിന് എന്താക്കാം, AB സ്ക്വയർ എന്ന് എടുക്കാം. AB സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് എത്ര ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഹൈറ്റോ 2 സെൻറ്റിമീറ്റർ. സോ AB സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ്. സോ 4 + 4. സോ AB സ്ക്വയർ ഈസ് ഈക്വൽ ടു 8. AB ഈസ് ഈക്വൽ ടു, ഇനി AB സ്ക്വയർ അല്ലേ, ഈ സ്ക്വയറിനെ നമുക്ക് വലതുവശത്തേക്ക് എടുക്കാം. സോ AB ഈസ് ഈക്വൽ ടു √8. നമുക്ക് ഈ 8ന് എന്താണ്, നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും അല്ലേ. 8 എന്ന് പറയുന്നത് എന്താണ്, 4 × 2 ആണ്. സോ ഈ 4 എന്ന് പറയുന്നത് √4 എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ് അല്ലേ. സോ 2 നമുക്ക് പുറത്തെടുക്കാം. സോ AB ഈസ് ഈക്വൽ ടു 2√2. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഇപ്പോൾ എന്താണ്, AB എന്ന് പറയുന്ന സൈഡിൻ്റെ നീളം കിട്ടി. എത്രയാണ്, 2√2 സെൻറ്റിമീറ്റർ. സോ ആ ABCD എന്ന് പറയുന്ന സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 2√2 ആയിരിക്കും. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. AB, CD എന്നീ വരകൾ സമാന്തരങ്ങളാണ് എങ്കിൽ x ഡിഗ്രി ഈക്വൽ ടു എന്താണ്? സോ സമാന്തരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പാരലൽ ലൈൻസ് ആണ്. ഇവിടെ ABയും CDയും എന്താണ്, പാരലൽ ലൈൻസ് ആണെന്നാണ് നമുക്ക് തന്നിട്ടുള്ള ക്ലൂ. ഇത് വെച്ചിട്ടാണ് നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. കാണുമ്പോൾ അവോയ്ഡ് ചെയ്ത് പോകാൻ തോന്നുന്നൊരു ചോദ്യമാണ് ഇത് എല്ലാ എക്സാമിനും. പക്ഷേ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളും മര്യാദയ്ക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ത്രികോണങ്ങളുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സോ ത്രികോണങ്ങളുടെ റൂളുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ചിത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും മുകളിലെ കോൺ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇനി ആ ഒരു
ഒരു വലിയ ട്രയാങ്കിളായിട്ട് കണക്കാക്കുക. അതായത് CD എന്ന് പറയുന്ന ലൈന് കണ്ടില്ലേ, അതുമുതൽ മേലെ വരെ 30 ഡിഗ്രി കോണ് വരെ ഉള്ളത് ആ വലിയൊരു ട്രയാങ്കിളായിട്ട് കണക്കാക്കുക. ഈ സൈഡുള്ള ഭാഗത്ത് CDൻ്റെ താഴേക്ക് ഭാഗത്തായിട്ട് നമുക്ക് 70 ഡിഗ്രി കണ്ടോ, അവിടെ 70 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഈ CD ലൈന് കട്ട് ചെയ്യുന്നില്ലേ, നടുവിലൂടെ കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നില്ലേ, അവിടെയും നമുക്ക് എന്തായിരിക്കും, ആ കോണും ഞാൻ ആരോ വെച്ച് മാർക്ക് ചെയ്തിട്ട് കണ്ടോ, ആ ഒരു കോണും എന്തായിരിക്കും, 70 ഡിഗ്രി തന്നെയായിരിക്കും. ഈ റൂളിൻ്റെ പേരാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇപ്പോൾ അതിന് ഓപ്പോസിറ്റ് 70 ആണെങ്കിൽ അതിൻ്റെ അവിടെ എന്ത് തന്നെയായിരിക്കും, ഈ ആരോ വെച്ച് മാർക്ക് ചെയ്ത സ്ഥലത്തും 70 തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇനി ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ, ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇതിപ്പോൾ D ഭാഗത്താണ് നമുക്ക് 70 ഡിഗ്രി വന്നിട്ടുള്ളത്. ഇനി C ഭാഗത്ത് നോക്കിയേ, ഇൻ കേസ് അവിടെ ഇപ്പം എന്താ ഏതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ ഒരു 40 ആണ് ഈ C ഭാഗത്തുള്ളതെങ്കിൽ അതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളിൻ്റെ എന്തായിരിക്കും, ആംഗിൾ 40 ഡിഗ്രി തന്നെയായിരിക്കും. ആദ്യത്തെ പാർട്ട് കഴിഞ്ഞല്ലോ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ റൂള് പ്രകാരം നമുക്ക് ഒരു ആംഗിൾ 70 ഡിഗ്രിയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി ഈ ഒരു ട്രയാങ്കിൾ നോക്കിയാൽ ഞാൻ ബോൾഡായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ത്രികോണം നോക്കാം. ഇതിൽ നമുക്ക് 2 കോണുകൾ അറിയാം, 30 ഡിഗ്രി 70 ഡിഗ്രി. ഇനി മൂന്നാമത്തെ കോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് ത്രികോണങ്ങളുടെ വേറൊരു നിയമമുണ്ട്. ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ് ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക. അഥവാ ടോട്ടൽ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ഈ മൂന്നാമത്തെ കോണ് നമുക്ക് എന്താ, എയോ ബിയോ എന്താണെങ്കിലും വെച്ച് നിങ്ങൾ മൈൻഡിൽ ഫിക്സ് ചെയ്യാം. സോ A + 30 + 70 ഈസ് ഈക്വൽ ടു 180. സോ A ഈക്വൽ ടു എന്തായിരിക്കും, 180 - 30 + 70 ആയിരിക്കും. ഇനി 30 + 70 എത്രയാണ്, 100 ആണ്. 180 - 100 എന്തായിരിക്കും, 80 ഡിഗ്രിയാണ്. സോ A ഈക്വൽ ടു 80 ഡിഗ്രി. സോ മൂന്നാമത്തെ കോണും എന്താണ് നമ്മൾ കണ്ടുപിടിച്ചു. മൂന്നാമത്തെ കോണിൻ്റെ വാല്യൂ എത്രയാണ്, 80 ഡിഗ്രിയാണ് മനസ്സിലായി. ഇനി നമുക്ക് ചോദ്യത്തിൽ തന്നെ എന്താണ്, ഒരു ക്ലൂ തന്നിട്ടുണ്ട്. സമാന്തര വരകളുടെ നിയമം, സമാന്തര വരകളാണെന്ത്, AB-യും CD എന്ന് പറയുന്നത് എന്താണ്, സമാന്തര വരകളാണ് അല്ലേ. ഇനി അത് വെച്ചിട്ടാണ് നമുക്ക് അടുത്തത് സോൾവ് ചെയ്യേണ്ടത്. അടുത്ത ഒരു പാർട്ടും കൂടെ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസർ കിട്ടി. ഇത് ഇത്രമാത്രം ഞാൻ പറയുന്ന പോലെ വലുതൊന്നുമല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയിട്ട് അത് വേഗം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേഗം സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു 3 കാര്യങ്ങളാണ് നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലുതാണെങ്കിലും 3 റൂൾ നിങ്ങൾക്ക് മൈൻഡിൽ അറിയെങ്കിൽ വേഗം നിങ്ങൾക്ക് ഇതിന് ആൻസർ കിട്ടും. ഇപ്പോൾ 2 പാർട്ട് മനസ്സിലായല്ലോ. ആദ്യത്തെ പാർട്ടിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ വെച്ചിട്ട് നമുക്ക് 70 ഡിഗ്രി കിട്ടി. രണ്ടാമത്തെ ആംഗിൾ കോണുകളുടെ തുക, ഒരു ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അത് വെച്ചിട്ട് നമുക്ക് മൂന്നാമത്തെ ആംഗിൾ എന്താണ്, 80 ഡിഗ്രി ആയിട്ട് കിട്ടി. ഇനി നമുക്ക് എക്സ് ഡിഗ്രി കണ്ടുപിടിക്കണം അല്ലേ. ഇനി എക്സ് ഡിഗ്രി എങ്ങനെ കണ്ടുപിടിക്കാം, ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട് ABCD എന്ന വരകൾ എന്താണ്, സമാന്തരങ്ങളാണ് അഥവാ പാരലൽ ലൈൻസ് ആണ്. സോ അത് നോക്കിയേ, ഈ ABCD ലൈന് നടുവിലൂടെ ഒരു ലൈന് അതിനെ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന സമാന കോണുകൾ അഥവാ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണ്, തുല്യമായിരിക്കും. ഇപ്പോൾ താഴെ നമുക്ക് രണ്ട് കോണ് വരുന്നുണ്ട്. CD ലൈനിൽ ഒരു കോണ് വരുന്നുണ്ട്, AB ലൈനിൽ ഒരു കോണ് വരുന്നുണ്ട് അല്ലേ. ഇനി CD ലൈനിലെ കോണിന് നമുക്ക് 80 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി കറസ്പോണ്ടിങ് ആംഗിളിൻ്റെ റൂള്, പാരലൽ ലൈനിൻ്റെ റൂള് പ്രകാരം കറസ്പോണ്ടിങ് ആംഗിൾസ് അഥവാ സമാന കോണുകൾ എന്താണ്, ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എക്സ് ഡിഗ്രി എന്തായിരിക്കും, 80 ഡിഗ്രി ആയിരിക്കും. സോ ഇതിൻ്റെ ശരിയായ ഓപ്ഷൻ എന്താണ്, 80 ഡിഗ്രിയാണ്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം കുറച്ച് ടൈം എടുത്തെങ്കിലും നിങ്ങൾ ഈ 3 റൂള് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 150 മീറ്റർ നീളമുള്ള തീവണ്ടി 90 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 200 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയമെടുക്കും? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ എളുപ്പമാണെങ്കിലും കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം. തീവണ്ടിയുടെ നീളം തന്നിട്ടുണ്ട്, പാലത്തിൻ്റെ നീളം തന്നിട്ടുണ്ട്. തീവണ്ടീൻ്റെ നീളം എത്രയാണ്, 150 മീറ്റർ, പാലത്തിൻ്റെ നീളം 200 മീറ്റർ അല്ലേ. ഇനി നമുക്ക് ഇവിടെ ആദ്യം തന്നെ നമുക്ക് എന്താ
ആകെ സഞ്ചരിക്കേണ്ട ദൂരം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നാലേ നമുക്ക് ഇതിൽ എത്ര സമയം പാലം ക്രോസ് ചെയ്യാൻ എടുത്തു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇക്വേഷനിലേക്ക് പിന്നെ വരാം. ആദ്യം ഇത് നമുക്ക് ഈ പാർട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ആകെ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് 150 + 200 തീവണ്ടീൻ്റെ നീളം പ്ലസ് പാലത്തിൻ്റെ നീളം കൂട്ടിയിട്ടാണ് നമുക്ക് ആകെ സഞ്ചരിക്കേണ്ട ദൂരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 350 മീറ്റർ, 350 മീറ്ററാണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ തീവണ്ടീൻ്റെ നീളം കൂടെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യത്തെ ഈ ഒരു ഡയഗ്രാം നോക്കി, ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ തന്നെ തീവണ്ടി അഥവാ ട്രെയിൻ നമുക്ക് ഈ പാലം ഇവിടെ ഗ്രേ കളറാണ്, ട്രെയിൻ ഇവിടെ റെഡ് കളറാണ്. ഓക്കെ, ഇവിടെ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം തൊടുന്നത് മുതൽ ടൈം സ്റ്റാർട്ടാവും. ഓക്കെ, അതാണ് ആദ്യത്തെ പിക്ചർ. രണ്ടാമത്തെ പിക്ചർ നോക്കിയേ, ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം പാലത്തിൻ്റെ ലാസ്റ്റ് ടച്ച് ചെയ്തിട്ടും അവിടെ ട്രെയിനിൻ്റെ ലാസ്റ്റ് ഭാഗം അവിടെ തൊടുന്നില്ല. മനസ്സിലായോ? മൂന്നാമത്തെ പിക്ചർ നോക്കിയേ, ട്രെയിനിൻ്റെ ലാസ്റ്റ് ഭാഗവും പാലത്തിൽ നിന്ന് ക്രോസ് ചെയ്യുന്നു. അതായത് ട്രെയിനിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ളത് കാൽക്കുലേറ്റ് ചെയ്താൽ ട്രെയിനിൻ്റെ ആ മൊത്തം നീളം നമ്മൾ കണക്ക് കൂട്ടിയാൽ മാത്രമേ അവർ ക്രോസ് ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ്, പാലം ക്രോസ് ചെയ്തു എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്താ, ട്രെയിൻ മൊത്തത്തിലേ അവിടെ നിന്ന് പോവണം അല്ലേ? ട്രെയിനിൻ്റെ മൊത്തം ബോഗിയും പാലം കടന്നുണ്ടാവണം. സോ ട്രെയിനിൻ്റെ പാലത്തിൻ്റെ എൻഡിൽ നിന്ന് ക്രോസ് ചെയ്യുന്നത് വരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ട്രെയിനിൻ്റെ നീളം പ്ലസ് പാലത്തിൻ്റെ നീളം കൂട്ടിയാലാണ് ടോട്ടൽ ഡിസ്റ്റൻസ് അവിടെ എത്ര അവർ കവർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേഗം മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് തീവണ്ടീൻ്റെ നീളവും ഇമ്പോർട്ടൻ്റ് ആണ്, പാലത്തിൻ്റെ നീളവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര 350 ആയിട്ട് കിട്ടുള്ളൂ. നമ്മളിവിടെ ആകെ സഞ്ചരിക്കേണ്ട ദൂരം കണ്ടുപിടിച്ചു, അതാണ് 350 മീറ്റർ. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വേറൊരു കാര്യം വേഗതയാണ്, അഥവാ സ്പീഡ് എത്രയാണ് തന്നിട്ടുള്ളത്? 90 km/മണിക്കൂർ. നമുക്ക് വേഗതേനെ എന്ത് ചെയ്യണം? ഇനി മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം എന്താ, സ്പീഡിൻ്റെ SI യൂണിറ്റ് അഥവാ വേഗതേൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ/സെക്കൻഡ് ആണ്. നമുക്ക് ഈസി ആയിട്ട് km/മണിക്കൂറിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റുന്നത് തന്നിരിക്കുന്ന നമ്പറിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കത് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റും. സോ ഇവിടെ തന്നിട്ടുള്ള വേഗത എത്രയാ? 90 km/മണിക്കൂർ. സോ 90നെ എന്ത് ചെയ്യണം? 90 × 5/18 എത്രയാണ് നമുക്ക് തരുന്നത്? 25 മീറ്റർ/സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ km/മണിക്കൂറിനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കിയാൽ നമുക്ക് എത്ര കിട്ടുക? 25 മീറ്റർ/സെക്കൻഡ്. ഇനി നമുക്ക് നമ്മുടെ ആൻസർ കണ്ടുപിടിക്കാം, അതായത് നമുക്ക് സമയം കണ്ടുപിടിക്കണം. സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടൈം = ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക, കാരണം എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൻ്റെ SI യൂണിറ്റ് എന്തായാലും നിങ്ങളത് നോക്കണം. കാരണം അത് km/മണിക്കൂറാണോ മീറ്റർ/സെക്കൻഡ് ആണോ എന്ന് വ്യക്തമായില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. സോ ഇപ്പോൾ km/മണിക്കൂർ ആണെങ്കിൽ നിങ്ങളത് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അതേപോലെ തന്നെ ടൈമുകളൊക്കെ മണിക്കൂറുകളിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ സെക്കൻഡ്സിലേക്ക് മാറ്റിയിട്ട് വേണം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഡിസ്റ്റൻസ് ഇപ്പോൾ കിലോമീറ്ററിലാണെങ്കിൽ അത് മീറ്ററിലേക്ക് മാറ്റാൻ നോക്കുക. ഇപ്പോൾ സ്പീഡിനെ നമ്മളിപ്പോൾ മാറ്റി 25 മീറ്റർ/സെക്കൻഡ് ആക്കി. ടൈമിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ടൈം കണ്ടുപിടിക്കാനുള്ളത് = ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചത് 350 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്പീഡ് എത്രയാണ്? 25 മീറ്റർ/സെക്കൻഡ്. 350/25 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 14 സെക്കൻഡ് അല്ലേ? സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി 14 സെക്കൻഡ്സ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചോദ്യം 6. 0.25 പവർ 6നെ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ്ട് 0.25 പവർ 4 കിട്ടുക?
ഇത്രയും നേരം നമ്മൾ ചെയ്ത ചോദ്യങ്ങളൊക്കെ ത്രികോണങ്ങളുടെ നിയമങ്ങൾ, പിന്നെ സമയം, വേഗത, പിന്നെ ദൂരം, ഇതിനെയൊക്കെ കുറിച്ചുള്ളതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു ടോപ്പിക് തന്നെയാണ്, എക്സ്പൊണൻസ് എന്ന് പറയുന്നത്. ഈ എക്സ്പൊണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, 0.25 പവർ 6 പവർ 4 ഇങ്ങനെയൊക്കെ വരുന്ന വാല്യൂസ്, ഇങ്ങനെയൊക്കെ വരുന്ന നമ്പറുകളെയാണ് നമ്മൾ എക്സ്പൊണൻസ് എന്ന് പറയുക. ഇനി അതിൻ്റെ നിയമങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇനി വരുന്ന ഒരു 2 ചോദ്യങ്ങളും നമ്മൾ ചെയ്യാൻ പോണത്. ഈ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ആവശ്യമായ ഇവിടെ ചോദ്യത്തിൽ എന്താ പറയുന്നത്, 0.25 പവർ 6 എന്ന ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.25 പവർ 4 നമുക്ക് കിട്ടുക എന്നുള്ളത്. സോ ആ ഒരു നമുക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യയെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഇനി ആ ക്വസ്റ്റ്യനെ നമുക്കൊരു ഇക്വേഷൻ രൂപത്തിൽ മാറ്റാം. 0.25 പവർ 6 ഇൻറ്റു എക്സ് ഈക്വൽ ടു 0.25 പവർ 4. ഇനി ഈ എക്സ് മാത്രമല്ല നമുക്ക് കണ്ടുപിടിക്കണ്ടേ. സോ എക്സിനെ മാത്രം നമുക്ക് ഇടതുവശത്ത് വെച്ചിട്ട് ബാക്കി എല്ലാത്തിനും നമുക്ക് വലതുവശത്തേക്ക് മാറ്റാം. സോ എക്സ് ഈക്വൽ ടു 0.25 പവർ 4 ഡിവൈഡഡ് ബൈ 0.25 പവർ 6. ഇവിടെയാണ് നമുക്കിവിടെ ലോസ് ഓഫ് എക്സ്പൊണൻസ് അഥവാ എക്സ്പൊണൻസിൻ്റെ നിയമങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആദ്യത്തെ നിയമപ്രകാരം a⁻m/a⁻n ഈക്വൽ ടു a⁻m-n എന്നാണ്. അതായത് 2 പവർ വരുന്ന നമ്പറുകൾ തമ്മിൽ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരേ നമ്പർ ആയിരിക്കണം, താഴെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ നമ്പർ തന്നെയാണെങ്കിൽ നമുക്ക് അതിനെ എന്താക്കാം, a⁻m-n എന്ന് മാറ്റി എഴുതാം. ഇവിടെ ഇപ്പം മേലെയും താഴെയും, അതായത് 2 ഡിവൈഡഡിൻ്റെ മേലെയും താഴെയായിട്ട് വരുന്ന നമ്പറുകൾ ശ്രദ്ധിച്ചേ, 0.25 തന്നെയാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 0.25 ആണ്. അതുകൊണ്ട് തന്നെ എക്സ് ഈക്വൽ ടു നമുക്ക് എന്താക്കി എഴുതാം, 0.25 പവർ 4 - 6 എന്ന് വരും അല്ലേ. നമുക്ക് ഒരിക്കലും 6 - 4 എന്ന് എഴുതാൻ പറ്റില്ല, 4 - 6 എന്നാണ്. ലോ പ്രകാരം m-n ആണ്, n-m അല്ല. അതുകൊണ്ട് തന്നെ 4 - 6. അപ്പം 4 - 6 എത്രയാണ് വരിക, -2 ആണ്. സോ എക്സ് ഈക്വൽ ടു 0.25 പവർ -2. ഇതാണ് ആദ്യത്തെ നിയമപ്രകാരം നമുക്കൊരു വാല്യൂ കിട്ടിയല്ലോ. ഇനി രണ്ടാമത് നമുക്കിവിടെ ഒരു നിയമം കൂടെ ഉപയോഗിക്കണം. ഇവിടെ ഈ -2 അല്ലേ പവറിൽ വന്നിരിക്കുന്നത്. ഒരു സംഖ്യയുടെ പവർ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്താക്കി എഴുതാം, 1/a⁻n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ എക്സിനെ നമുക്ക് എന്താക്കി എഴുതാം, 1/0.25 അഥവാ 1/0.25 പവർ 2 എന്ന് നമുക്ക് മാറ്റി എഴുതാം. മനസ്സിലായല്ലോ. ഇനി 0.25 നമുക്കത് എന്താ പറയുക, കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ലേ നമ്പർ ഉള്ളത്. നമുക്കതിന് ഒരു ഭിന്നസംഖ്യ ആക്കിയിട്ട് മാറ്റാം. 0.25 ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ ആക്കി മാറ്റാം. ഫ്രാക്ഷൻ ആക്കി എങ്ങനെയാ മാറ്റുക, 0.25 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 25/100 ചെയ്താലാണ് നമുക്ക് 0.25 വരിക. അതുകൊണ്ട് തന്നെ 25/100. ഇനി 25/100 നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ അതിനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനിലേക്ക് നമുക്ക് മാറ്റണം, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭിന്നസംഖ്യയിലേക്ക് മാറ്റണം. അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, ഈ 25നെയും 100നെയും രണ്ടിനെയും 25 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഹരിക്കുക. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ മൈൻഡിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ വേഗം തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 25/100 എത്രയാണ്, 1/4 ആണ് അതിൻ്റെ ഭിന്നസംഖ്യ വരിക അല്ലേ. ഇനി ഈ 1/4 നമുക്ക് ആദ്യം നമ്മളിവിടെ ചെയ്തു വെച്ച ഈ ഇക്വേഷൻ ഇല്ലേ, എക്സ് ഈക്വൽ ടു 1/0.25 അഥവാ 0.25 പവർ 2 ഇതിലേക്ക് നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ 0.25 പകരമായിട്ട് നമുക്കവിടെ 1/4 ഇനി ചേർക്കേണ്ടത്. മനസ്സിലായോ. എക്സ് ഈക്വൽ ടു 1/1/4 പവർ 2. ഇനി ഈ 1/ അത് മൊത്തത്തിൽ കോംപ്ലിക്കേറ്റ് ചെയ്യാണ്ട് ചെറുതായിട്ട് നമുക്ക് മാത്സ് നോക്കാം. ഇനി 1/4 പവർ 2, ഇനി 1നും 4നും തുല്യമായിട്ടുള്ള രീതിയിലാണ് പവർ 2 വന്നിട്ടുള്ളത്. സോ 1² എത്രയാണ്, 1 തന്നെ. 4² എത്രയാണ്, 16. സോ മനസ്സിലായല്ലോ. ഇതുവരെ എല്ലാവർക്കും സിമ്പിൾ ആയിരിക്കും. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു റൂളും കൂടെ ഉണ്ട് മാത്സിൽ. ഇവിടെ ഇപ്പം 1/1/16 ആണ് വന്നിട്ടുള്ളത് അല്ലെ, 1/1/16. ഇത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഭിന്നസംഖ്യകളുടെ ഹരണത്തിൽ നമ്മൾ ആദ്യത്തെ സംഖ്യ അതുപോലെ നിർത്തുകയാണ്. ഇപ്പോൾ ഈ ഒരു ഫോർമുല നമുക്ക് എന്താണ്, നമുക്കത്
ചെറിയൊരു രൂപത്തിൽ കണ്ടുപിടിച്ചിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെയുള്ള ഈ ഫ്രാക്ഷൻ കണ്ടില്ലേ 1/16, അതിനെ നമ്മൾ അതുപോലെ തന്നെ വെക്കും. ഓക്കെ, എന്നിട്ട് ഈ ഹരണ ചിഹ്നം, അതായത് അവിടെ വരുന്ന ഈ ഡിവൈഡിന്റെ ചിഹ്നം എന്ത് ചെയ്യും, നമ്മളത് മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റുന്നു. എന്നിട്ട് എന്താണ്, രണ്ടാമത്തെ ഭിന്നസംഖ്യയെ തലതിരിച്ചിടുന്നു. ആദ്യത്തെ നമ്പർ നമ്മൾ അവിടെ തന്നെ വെക്കാണ്. എന്നിട്ട് അതിന്റെ അടിയിലുള്ള ഡിവൈഡ് എന്നുള്ള ചിഹ്നം എന്താക്കാണ്, മൾട്ടിപ്ലൈ എന്നുള്ള രീതിയിൽ മാറ്റിയിട്ട് താഴെ വരുന്ന ഈ ഭിന്നസംഖ്യയിലെ അഥവാ 1/16 എന്ന് പറയുന്ന ഈ ഫ്രാക്ഷനെ നമ്മൾ തലതിരിച്ചിടണം. സോ 1 × 16/1 എന്നാവും ലാസ്റ്റ് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് കീപ് ചേഞ്ച് ഫ്ലിപ്പ് എന്നാണ് ഇതിന് മാത്സിൽ പറയുക. ഭിന്നസംഖ്യകൾ ഇപ്പം ഇതുപോലെ ഒരു ന്യൂമറേറ്ററിൽ ഇപ്പോൾ ഒരു വാല്യൂ മാത്രം വന്നു, ഡിനോമിനേറ്ററിൽ അത് ഫ്രാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1 ഡിവൈഡഡ് എന്നുള്ള ഹരിക്കണം എന്നുള്ള ചിഹ്നം മാറ്റിയിട്ട് അവിടെ ഗുണിക്കണം എന്ന് മാറ്റുക. 1 × 1/16 എന്നുള്ളത് തലതിരിച്ചിടുക. അതായത് ഇപ്പൊ താഴെ 16 അല്ലേ ഉള്ളത്, മേലെ 1, ഈ 16നെ മേലേക്ക് എടുത്തിട്ടിട്ട് താഴെ 1 എന്നാക്കുക. സോ 1 × 16/1 എന്നായിരിക്കും നമുക്ക് ഉത്തരം വരിക. സോ ഫൈനലി 1 × 16 ആയിരിക്കും. ഡിവൈഡഡ് ബൈ ഹരിക്കണം 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒന്നും അവിടെ മാറാൻ പോണില്ല, 16 തന്നെ. സോ 1 × 16 എത്രയാണ്, 16. സോ നമ്മുടെ ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്, 16 ആണ് നമ്മുടെ ആൻസർ. 0.25 പവർ 6നെ 16 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 0.25 പവർ 4 കിട്ടുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 17 പവർ 7.5 ഡിവൈഡഡ് ബൈ 17 പവർ 3.5 മൾട്ടിപ്ലൈഡ് ബൈ 17 പവർ 4.5 ഈക്വൽ ടു 17 ? മുന്നിൽ ചെയ്ത ചോദ്യത്തിനെ പോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മാത്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു റൂളാണ് ബോഡ് മാസ് എന്ന് പറയുന്നത്. ബോഡ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്സ് ഫസ്റ്റ്, ഒ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡേഴ്സ്, അതായത് പവർ, സ്ക്വയർ റൂട്ട് അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ഇക്വേഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്. പിന്നെ ഡി ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡിഷൻ, എസ് സബ്സ്ട്രാക്ഷൻ. ഈ ഒരു ഫോമിലാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫോമിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഇത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ട് ഇത് തന്നിട്ടുണ്ട്, 2 പാർട്ടായിട്ടുണ്ട്. അതായത് ഒന്ന് ഡിവിഷനും ഒന്ന് മൾട്ടിപ്ലിക്കേഷനും, ഒന്ന് ഹരണവും ഒന്ന് ഗുണനവും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഓർഡർ നോക്കിയേ, ആദ്യം ഡിവിഷനാണ്. ഇവിടെ ബ്രാക്കറ്റോ ബ്രാക്കറ്റ് ഇല്ല. സോ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഡിവിഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. സോ നമ്മൾ ആദ്യം തന്നെ എക്സ്പോണൻസിൻ്റെ നിയമപ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുന്നിൽ പറഞ്ഞ ചോദ്യത്തിൽ ഞാൻ ഇതേ ഇക്വേഷൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. a⁴m/a⁴n = a⁻m-n. ആദ്യം ആ ഡിവിഷൻ, അതായത് ഹരിക്കാനുള്ള 2 നമ്പർ മാത്രം എടുത്തിട്ട് നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ അവിടെ ആദ്യം ഈ ഇക്വേഷനിൽ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പം a⁻m/a⁻n എന്നുള്ളൊരു ഫോമിലാണ്. ഇപ്പം 17 പവർ 7.5 ഡിവൈഡഡ് ബൈ 17 പവർ 3.5 ഉള്ളത് അല്ലേ. സോ അതിന് നമുക്ക് എന്താക്കി എഴുതാം, 17 = 17 7.5 മൈനസ് 3.5 എന്ന് എഴുതാം അല്ലേ. 7.5 മൈനസ് 3.5 എത്രയാ, 4. സോ ആദ്യത്തെ ഒരു പാർട്ട് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു. ഹരിക്കണം, അതായത് ഡിവിഷൻ എന്നുള്ളൊരു പാർട്ട് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ ഉള്ളത്, മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഗുണനമാണ് ഉള്ളത് അല്ലേ. ഇനി രണ്ടാമത്തെ ഫോർമുല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a⁻m × a⁻n, അതായത് a⁻m മൾട്ടിപ്ലൈഡ് ബൈ a⁻n = a⁻m+n. മനസ്സിലായോ. ഇപ്പം ഹരണത്തിന്റെ സമയത്ത്, ഡിവിഷന്റെ സമയത്ത് നമ്മൾ m-n ആണെങ്കിൽ ഗുണനത്തിന്റെ സമയത്ത് അതെന്തായിരിക്കും, +n ആയിരിക്കും. മനസ്സിലായോ. ഇത് മൈൻഡിൽ വെക്കുക. ഹരിക്കണം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ മൈനസ്, ഗുണിക്കണം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്ലസ്. മനസ്സിലായല്ലോ. സോ ഇവിടെ നമ്മൾ ഹരിച്ചു കഴിഞ്ഞു, ഡിവിഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ആൻസർ 17 പവർ 4 ആണ്. ഇനി ആ 17 പവർ 4 മൾട്ടിപ്ലൈഡ് ബൈ 17 പവർ 4.5. ഈ 4.5 ക്വസ്റ്റ്യനിലുള്ളത് കാര്യം തന്നെയാണ് കേട്ടോ. സോ 17
പവർ 4.5 എങ്ങനെയാണ് ആ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാൻ പറ്റുക? m+n എന്നുള്ളൊരു ഫോർമുലയിലേക്ക് മാറ്റി എഴുതണം. സോ 17 പവർ 4 + 4.5 എത്ര വരിക? 17 പവർ 8.5. സോ നമ്മുടെ ആൻസർ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ? 17 പവർ 7.5 ഹരണം 17 പവർ 3.5 ഗുണിക്കണം 17 പവർ 4.5 ഈക്വൽ ടു 17 ക്വസ്റ്റ്യൻ മാർക്ക്. ആ ക്വസ്റ്റ്യൻ മാർക്കിന്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ ഹരണവും ഗുണനവും കഴിഞ്ഞപ്പോൾ നമുക്ക് എത്രയാ? 17.8.5 അല്ലേ വന്നത്. സോ ആ ക്വസ്റ്റ്യൻ മാർക്കിന്റെ വാല്യൂ എന്തായിരിക്കും? 8.5. 8.5 ആണ് നമ്മുടെ ഇവിടെ ആൻസർ വരുന്നത്. സോ ഇവിടെ 2 ഇക്വേഷൻ മാത്രമാണ് നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ടത്. എക്സ്പോണൻസിൽ അതായത് ഹരണം വരികയാണെങ്കിൽ എത്രയാ? a/m/a/n = a/m-1 ആയിരിക്കും. ഗുണനം വരികയാണെങ്കിലോ a/m മൾട്ടിപ്ലൈഡ് ബൈ a/n = a/m+n. ഈ 2 ഫോർമുല നമ്മൾ മൈൻഡിൽ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസർ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 8ാമത്തെ ചോദ്യം -1 പവർ 2 + -1 പവർ 3 + -1 പവർ 4 + -1 പവർ 5 ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. സോ എക്സ്പൊണന്റ് റൂളിൻ്റെ വേറൊരു നിയമം തന്നെയാണ് ഇത്. ഈ ഒരു നിയമം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു 15 സെക്കൻഡ് ഇല്ലെങ്കിൽ 30 സെക്കൻഡും കൊണ്ട് നിങ്ങൾക്കിത് തീർക്കാൻ പറ്റും. സോ -1ൻ്റെ പവർ ഇപ്പോൾ ഇരട്ട സംഖ്യ ആണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? 1 ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ബേസിക്കായിട്ട് ആലോചിക്കുക, 1 ഗുണിക്കണം 1 എപ്പോഴും 1 തന്നെയാണ്. അതിൻ്റെ കൂടെ ഈ മൈനസ് പ്ലസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ എക്സ്പൊണന്റ് റൂള് പ്രകാരം, എക്സ്പൊണന്റ് നിയമപ്രകാരം അതിപ്പം പവർ വരുന്നത് 2, 4, 6 ഇരട്ട സംഖ്യകൾ ഈവൻ നമ്പർ ആണെങ്കിൽ ആ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? +1 ആയിരിക്കും. ഇപ്പോൾ അത് ഓഡ് നമ്പർ അഥവാ ഒറ്റ സംഖ്യ ആണെങ്കിൽ അതെന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? -1 പവർ 2 അത് ഇരട്ട സംഖ്യയാണ്. സോ അതിൻ്റെ ഉത്തരം എന്താ വരിക? 1. -1 പവർ 3 അപ്പം എത്രയാ വരിക? -1 തന്നെ. സോ -1 പവർ 4 അത് എന്താ? ഇരട്ട സംഖ്യ 1. -1 പവർ 5 അപ്പം അതെന്താ? ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട് -1 തന്നെ വരിക. ഇനി നമ്മളിത് ഇങ്ങനെ മാറ്റി എഴുതിയില്ലേ, ഇതെല്ലാം കൂടെ നമുക്കിനി ആ ഇക്വേഷനിലേക്കൊന്ന് മാറ്റി എഴുതാം. 1 അതായത് -1 പവർ 2 എത്രയാണ് വന്നിട്ടുള്ളത്? 1. 1 പ്ലസ് -1 -1 പവർ 3 -1. സോ 1 പ്ലസ് -1 പ്ലസ് -1 പവർ 4 +1. സോ 1 പ്ലസ് -1 പ്ലസ് 1 പ്ലസ് ഇനി -1 പവർ 5 -1. സോ 1 പ്ലസ് -1 പ്ലസ് 1 പ്ലസ് -1. ഇനി ഈ പ്ലസ് മാറ്റി നമുക്ക് മൈനസ് ഉള്ളിടത്ത് മൈനസ് തന്നെ ഇട്ട് നോക്കാം. 1 - 1 പ്ലസ് 1 - 1. ഇവിടെ ആദ്യം എന്താ ചെയ്യേണ്ടത്? പ്ലസ് ഉള്ളത് നമ്മൾ ആദ്യം ചെയ്യണം, എന്നിട്ട് മൈനസ് ഉള്ളത് ചെയ്യണം എന്നാ. സോ 1 പ്ലസ് 1 എത്രയാ? 1 2. ഇപ്പൊ -1 ഉണ്ട്, 2 -1 ഉണ്ട്, അതെത്രയാ? -2. 2 - 2 എത്രയാ വരിക? 0 ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഈ ഒരു റൂള് നിങ്ങൾക്ക് മനപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം എളുപ്പമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിപ്പോൾ -1ന്റെ റൂളാണ്. ഇനി 1 പവർ 0 വരികയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. ഇത് എക്സ്പൊണന്റ് റൂളിന്റെ വേറൊരു റൂളാണ്. ഇതേപോലെ ഒരു MCQ വരികയാണെങ്കിൽ ഇത് ഓർത്ത് വെക്കുക. 1 പവർ 0 ആണെങ്കിൽ അത് 1 തന്നെയായിരിക്കും ആൻസർ വരിക. 9ാമത്തെ ചോദ്യം, ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 km/മണിക്കൂർ വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ 20 km/മണിക്കൂർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. എന്നാൽ മുഴുവൻ യാത്രയിലെയും ശരാശരി വേഗം എത്രയാണ്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾ വേഗതയുടെ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം പോകും. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഒരു വാഹനം നമുക്ക് ആദ്യത്തെ 120 കിലോമീറ്റർ ആദ്യത്തെ ദൂരം ട്രാവൽ ചെയ്തത് 30 km/മണിക്കൂർ സ്പീഡിലാണ്. രണ്ടാമത്തെ 120 കിലോമീറ്റർ ട്രാവൽ ചെയ്തത് 20 km/മണിക്കൂറിലാണ്. സോ ഇവിടെ നമുക്ക് ആവറേജ് സ്പീഡ് അഥവാ ആവറേജ് ആയിട്ടുള്ള ശരാശരി വേഗം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അത് കണ്ടുപിടിക്കാനുള്ള ഈസി ആയിട്ടുള്ള ഇക്വേഷനാണ് ആവറേജ് സ്പീഡ് = 2xy
x+y. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് തുല്യമായ രണ്ട് ദൂരങ്ങളാണ് രണ്ട് വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, അതായത് രണ്ട് ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് രണ്ട് ഡിഫറെൻറ്റ് സ്പീഡിൽ, രണ്ട് ഈക്വൽ ആയിട്ടുള്ള ദൂരങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള വേഗതകളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഈ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2xy. ഇവിടെ xy എന്ന് പറയുന്നത് എന്താണ്? രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വേഗതകളാണ്, അതായത് രണ്ട് ഡിഫറെൻറ്റ് സ്പീഡ്. ആദ്യത്തെ എത്രയാണ്? ആദ്യത്തെ 120 കിലോമീറ്റർ ട്രാവൽ ചെയ്തത് എത്ര വേഗത്തിലാണ് ട്രാവൽ ചെയ്തത്? 30 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലും രണ്ടാമത്തെ 120 കിലോമീറ്റർ 20 കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് ട്രാവൽ ചെയ്യുന്നത്. സോ നമുക്ക് എന്താ ഇവിടെ അത് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ രണ്ട് സ്റ്റെപ്പും കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. എക്സും വൈയും മനസ്സിലായല്ലോ. എക്സ് നമുക്ക് ആദ്യത്തേതാക്കിയെടുക്കാം. എക്സ് ഇവിടെ 30ഉം വൈ എന്താണ് 20ഉമായിട്ട് നമുക്ക് എടുക്കാം. സോ 2 × 30 × 20 ഡിവൈഡഡ് ബൈ x+y. എക്സ് എത്രയാണ്? 30, വൈ 20. എത്രയാണ് നമുക്ക് ആൻസർ വരിക? 2 × 30 × 20 1200 ഡിവൈഡഡ് ബൈ 30 + 20 50. 1200/50 24 കിലോമീറ്റർ പെർ ഹവർ ആണ് ഇവിടെ നമുക്ക് ആവറേജ് സ്പീഡ് അഥവാ ശരാശരി വേഗത കണ്ടുപിടിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഇവിടെ ഇപ്പം ഞാൻ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് മീറ്റർ/സെക്കൻഡ് ആണ് സ്പീഡിൻ്റെ SI യൂണിറ്റ് എന്ന്. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ മാറ്റുന്നില്ല എന്ന് പലർക്കും ചോദ്യം വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ